വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. ധാരാളമായിട്ട് നമുക്ക് എന്താ പറയുക, അത്രയും സൂപ്പറായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളുടെ മാങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇതേപോലെയൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യത്തിന് പുളിയും വേണം, എന്നാൽ ഓവറായിട്ടുള്ള പുളി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് അളവേ നമ്മൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്കൊരു തേങ്ങ വേണം. അതും ഇതേപോലെ കൊത്തിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ചെരുകിയിട്ട് ചേർത്ത് കൊടുക്കണ്ട. ചെരുകി ചേർത്തിട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് രണ്ടും രണ്ട് തരത്തിൽ ചതഞ്ഞു പോവും. അപ്പോൾ ഒരേ രീതിയിൽ ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം കൊത്താക്കിയിട്ട് ഇതുപോലെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് മാത്രം ക്രഷ് ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്രഷ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളി വെച്ചിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 6 വറ്റൽമുളക്, കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാ വറ്റൽമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും 6 എണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുക്കുക, നല്ല ക്രിസ്പി ആക്കി എടുക്കുക നമ്മളുടെ മുളകിനെ. അതിനുശേഷം ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മുഴുവനോടെ തന്നെയുള്ള മുളക് ഇതുപോലെ ചേർത്തിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴാണ് നമ്മളുടെ അച്ചാറിന് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പൊടി ചേർക്കുന്നതിനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ മുളക് മുഴുവനോടെ വറുത്തിട്ട് പൊടിച്ച് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. ചെറിയ രീതിയിലൊന്ന് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി നമുക്ക്. ആ സമയത്ത് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ. അതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മാങ്ങയും നാളികേരവും കൂടി മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് എന്താ പറയുക, മൊരിച്ചെടുക്കണം നമ്മളുടെ മാങ്ങയുടെയും നാളികേരത്തിൻ്റെയും. അപ്പോൾ ഇങ്ങനെ മൊരിച്ചിട്ട് നാളികേരത്തിലെ മാങ്ങയിലത്തെയൊക്കെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടണം നമുക്ക്. എന്നാലേ നമുക്കിത് 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കി ചില്ലുകുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തയക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അച്ചാറായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കായത്തിൻ്റെ പൊടിയും നമ്മളുടെ മസാലയും എല്ലാതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അവസാനമായിട്ട്. അത് കുറച്ച് ശർക്കര ചീവിയതാണ്, 1 ടേബിൾ സ്പൂണൊക്കെ മതി. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ എരിവും പുളിയും ഒക്കെ ബാലൻസ് ആയ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടിരിക്കും നമ്മളുടെ ഈ അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം മാങ്ങയൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും, നമ്മൾ സാധാരണ മാങ്ങ തന്നെ അച്ചാർ ഉണ്ടാക്കാറുണ്ടല്ലേ, അതൊരു ലിക്വിഡ് ടൈപ്പിലാണ് ഉണ്ടാവുക. ഇത് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പിൽ ചമ്മന്തിയുടെ ഒക്കെ ഒരു ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.